അപ്പോൾ ഞാൻ MBBS ചേർന്ന് സൈക്കാട്രിക്ക് പോകാൻ എനിക്ക് അത് വലിയ താല്പര്യമായിരുന്നു. കൊച്ചിലെ നല്ല വിക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെന്താ മനഃശാസ്ത്രം അറിയാൻ വേണ്ടിയുള്ള ഇപ്പം മനഃശാസ്ത്രജ്ഞന്മാരോടൊക്കെ ഭയങ്കര അടുപ്പമുണ്ട്. PM മാത്യു വലിയൊരുപാട് ഞാൻ ഭയങ്കര അടുപ്പമായിരുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി അദ്ദേഹം മരിച്ചു, വലിയ ഫേമസ് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അവർ രണ്ടും കൂടെ എന്നെ MBBS കഴിഞ്ഞാൽ പുറത്ത് വിടാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഉള്ളടക്കത്തിൻ്റെ ഒരു ത്രെഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ദിവസം PM മാത്യു സാറിനെ കാണാൻ പോയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു, കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതെന്തോ സംഭവം, ഇതൊന്നും പറയേണ്ടടാവേ, രാമേന്ദ്രനെ മറക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ 5-6 സിറ്റിങ് കൊണ്ട് ഒരു തരത്തിൽ രാമേന്ദ്രനെ മറപ്പിച്ചു, പ്രേമം. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ സാറിനെ മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, ചില ഭയങ്കര അപകടമുണ്ട്, ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കണ്ടാൽ ഒരുപോലെ ഇരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ ചേഷ്ടകളായിരിക്കാം, നമ്മുടെ വോയിസ് ആയിരിക്കാം. ആ പഴയ കാമുകൻ്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ആ പ്രണയം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളതിനെ ശകലം ഒന്ന് തിരികെത്തിച്ച് കൊടുത്താൽ പിന്നെ അത് വിട്ടുമാറത്തില്ല. ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഏറ്റവും സൂക്ഷിക്കേണ്ട അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ നമ്മുടെ അടുത്ത് പറയും. നമ്മളോട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആവും. നമ്മൾക്ക് ഇത് വെറും പ്രൊഫഷനാണ്, ഇത് പ്രൊഫഷനല്ല, അവരെ സംബന്ധിച്ചുള്ള ഇത് പേഴ്സണലാവും. അപ്പം ആ കുട്ടി പയ്യെ എൻ്റെ അടുത്ത് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞു വിടുമായിരുന്നു. അതിൻ്റെ കരച്ചിലാണ് ഞാൻ കണ്ടത്. ഇതെന്നെ സ്ട്രൈക്ക് ചെയ്തു. എടാ, ഇങ്ങനെ ഒരു ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മൾ വർക്ക് ചെയ്താണ് ഉള്ളടക്കം ഉണ്ടാകുന്നത്.